ഇന്നൊരു സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സൂപ്പർ ടേസ്റ്റിയാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഒരു പാനിൽ കുറച്ചധികം വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. ഉപ്പുമാവ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേറൊരു പാൻ എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കൂടെ പൊട്ടിച്ചാൽ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും നല്ലപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചിയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് മൂപ്പിക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാബേജ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. കാരണം സേമിയത്തിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതാണ്. ഒക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു പകുതി കപ്പ് തേങ്ങ ചിരകിയതാണ്, അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. വൈകുന്നേരത്തെ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെക്കാനോ ഒക്കെ അടിപൊളിയാണ്. ഹെൽത്തി റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ.